ശ്രീമദ് ഭാഗവതം രചിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകിയത് അത് നാരദ മഹർഷിയാണ് എന്ന് കണ്ടു. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ നാരദ വ്യാസ സംവാദമാണ് കണ്ടത്. അപ്പൊ ഇപ്പോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്, നമുക്കറിയാം വ്യാസദേവന്റെ അടുത്ത് ഭക്തിയെക്കുറിച്ചും ഭാഗവതത്തിന്റെ മഹിമയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് നാരദ മഹർഷി പോയി. അതിനുശേഷം വ്യാസദേവൻ തന്റെ സമ്യപ്രാശം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് സരസ്വതി നദിയുടെ തീരത്ത് ധ്യാനനിരതനായിട്ടിരിക്കുമ്പോ ഭഗവാനെയും അദ്ദേഹത്തിന്റെ എക്സ്റ്റേണൽ എനർജി മായയെയും അദ്ദേഹം കാണുകയുണ്ടായി എന്ന് പറഞ്ഞു. അതുവരെയാണ് നമ്മൾ എത്തിയത് 1.7.4. അപ്പൊ നമുക്ക് ഈ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു പ്രാർത്ഥന ചെയ്യാം. ശ്രീ ഭഗവാനോടും നമ്മുടെ ഗുരുവിനോടുമുള്ള പ്രണാമങ്ങൾ നമുക്ക് അർപ്പിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എന്ത് കണ്ടു? വ്യാസദേവൻ തന്റെ ആശ്രമത്തില് ധ്യാനത്തിലിരിക്കുമ്പോ 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഭക്തി യോഗേന മനസി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യത് പുരുഷം പൂർണം മായാം ച തത് അപാശ്രയം. എന്ത് കണ്ടു അദ്ദേഹം തന്റെ ധ്യാനത്തില്? പൂർണ്ണ പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാനെയും മായാം തത് അപാശ്രയം അദ്ദേഹത്തിന്റെ എക്സ്റ്റേണൽ എനർജി അല്ലെങ്കിൽ മഹാമായയെയും കണ്ടു. വിച്ച് ഈസ് ഫുൾ അണ്ടർ ഹിസ് കൺട്രോൾ എന്ന്. അതായത് നമ്മൾ കഴിഞ്ഞ തവണ മായാവാദത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? മായാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മായ ഭഗവാനേക്കാൾ ഉന്നതിയിലാകുന്നതാണ് മായാവാദം എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ്, ഭഗവാനും ഒരു അതുപോലുള്ള ഈശ്വരനാണ്. ഈ ഭഗവാനും അതെ, നമ്മളും അതെ.
പക്ഷെ നമ്മൾ മായയ്ക്ക് അടിമപ്പെട്ടു പോയത് കൊണ്ടാണ് ഞാൻ ഈശ്വരനാണെന്ന് തിരിച്ചറിയാത്തത്. മായ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മായയെ കീഴടക്കി കഴിഞ്ഞാൽ നമുക്കും ഈശ്വരനായി മാറാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ മായാവാദത്തെ കുറിച്ച് സംസാരിച്ചത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എന്താണ് ഈ മായയുടെ പ്രത്യേകത എന്നാണ് ആരിനി പറയുന്നത്? വ്യാസദേവൻ പറയുന്നത്. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യത്തെ. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യത്തെ. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തത്കൃതം ചാഭിപദ്യത്തെ. എന്താണ് വ്യാസദേവൻ പറയുന്നത് നോക്കാം. നമ്മള് യയാ, ബൈ ഹൂം, അല്ലെങ്കിൽ ആരാൽ, ആരുടെ കാര്യമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? തൊട്ടു മുന്നേ വരെ പറഞ്ഞത് മായയുടെ കാര്യമാണ്. അപ്പൊ ഇവിടെ മായയെ എങ്ങനെയാണ് മായ നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ജീവാത്മാവിനെ ബാധിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? വ്യാസദേവൻ പറയുന്നത്. യയാ സമ്മോഹിതോ, മായയുടെ ജോലി എന്താണ്? ഇല്യൂഷൻ, അല്ലെങ്കിൽ മോഹവലയത്തിലാക്കുക എന്നതാണ്. ആരെ? ജീവ. യയാ സമ്മോഹിതോ ജീവ, ആരെ? ജീവാത്മാവിനെ. ആത്മാനം ത്രിഗുണ ആത്മകം. എന്താണ് ആത്മാനം എന്ന് പറഞ്ഞാൽ? അപ്പോ അവരെന്ത് വിചാരിക്കും? ഈ ജീവാത്മാവ് ത്രിഗുണാത്മകം, അതായത് 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളിൽപ്പെട്ട് പരോപി മനുതേ അനർത്ഥം, നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? തത്കൃതം ച അഭിപദ്യത്തെ, ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. എവിടെ? ഭൗതിക ലോകത്തിൽ. അപ്പൊ ഇതാണ് മായയുടെ ജോലി എന്നാണ് ആര് പറയുന്നത്? വ്യാസദേവൻ പറയുന്നത്. അല്ലെ? നമ്മളല്ല പറയുന്നത്, വേറെ ആരും അല്ല പറയുന്നത്, ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷനായ വ്യാസദേവനാണ് പറയുന്നത്. എന്താണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീന്ദ്രിയമാണെങ്കിൽ തന്നെയും ഈ ബഹിരംഗ ശക്തി നിമിത്തം ജീവസത്തകൾ സ്വയം ഭൗതിക ഉൽപ്പന്നങ്ങളാണെന്ന് ധരിക്കുകയും, അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്? തടസ്ഥ ശക്തിയാണ് ഭഗവാന്റെ. അതായത് തീരത്ത് നിൽക്കുന്ന ആള്, തീരത്ത് നിൽക്കുന്ന ആൾക്ക് വെള്ളത്തിലും പോകാം, കരയിലും പോകാം. അപ്പൊ ഈ വെള്ളത്തിലേക്ക് പോകുവോ കരയിലേക്ക് പോകുവോ എന്ന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് തീരത്ത് നിൽക്കുന്ന ആളെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി, അതായത് ബഹിരംഗ ശക്തി, ഇന്റേണൽ എനർജി, അതായത് അന്തരംഗ ശക്തി, ഇവിടെ എവിടെ വേണമെങ്കിലും ജീവാത്മാവിന് സ്വാതന്ത്ര്യം കൊണ്ട് പോകാം. അതുകൊണ്ടാണ് തടസ്ഥ ശക്തി എന്ന് ജീവാത്മാവിനെ പറയുന്നത്. ആ ജീവാത്മാവ് ആരാണ്? യഥാർത്ഥത്തിൽ ഭഗവാന്റെ അംശമായതുകൊണ്ട് അതീന്ദ്രിയമാണ്. പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്റ്റേണൽ എനർജിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ ഈ ഭൗതിക ഉൽപ്പന്നമാണെന്ന് ധരിക്കും. അതാണ് മായ എന്ന് പറയുന്നത്, ഇല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഒരു ശരീരം സ്വീകരിച്ച് ഭൗതിക ഉൽപ്പന്നമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. എങ്ങനെ? ഭൗതിക ക്ലേശങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് വിധേയരാകുകയും ചെയ്യും. എന്താണ്? മായ ആരാണ്? ജീവസത്താക്ക് മായ എന്ത് ഇഫക്റ്റ് ആണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആരാണ് മായ? ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി. എന്താണ് മായയുടെ ജോലി? ഇല്യൂഷൻ, അല്ലെങ്കിൽ മോഹവലയത്തിലാക്കുക. ആരെ? ജീവാത്മാവിനെ. എങ്ങനെ? ഭൗതിക ലോകത്തിൽ ജനിച്ച് ഭൗതിക ലോകത്തിലെ ക്ലേശങ്ങൾ അനുഭവിച്ച് ഞാൻ ഭൗതിക ഉൽപ്പന്നമാണെന്ന് ധരിച്ചുകൊണ്ട് ജീവിക്കുക. എന്തുകൊണ്ട്? അജ്ഞത കൊണ്ട്. എന്താണ് പറയുന്നത്? കൃഷ്ണ സൂര്യ സമ മായാഹോയ അന്ധകാര ജഹാ കൃഷ്ണ തഹാ നഹി മായാരാധിക്കാർ. കൃഷ്ണൻ സൂര്യസമനാണ്, മായ അന്ധകാരമാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ മായയുടെ ഇൻഫ്ലുവൻസ് വരികയില്ല. പക്ഷെ നമ്മൾ കൃഷ്ണനെ മറന്നിരിക്കുന്നത് കൊണ്ട് അന്ധകാരത്തിൽ തന്നെയാണ്. അല്ലെ?
അപ്പൊ നോക്കൂ, ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് എഴുതിയിരിക്കണ എന്താണ്? ജീവാത്മാക്കൾ വ്യവസ്ഥാപിതമായി ഭൗതിക ബന്ധങ്ങൾക്ക് അതീന്ദ്രിയരാണ്. ആക്ച്വലി നമ്മൾ ആരാണ്? ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മൾ സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുന്ന സ്വഭാവം ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ അവർ ഭൗതിക ശക്തിയാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവർ ഭൗതിക ഉൽപ്പന്നങ്ങളിൽ ഒന്നാണെന്ന് സ്വയം വിചാരിക്കുന്നു. അതാണ് പ്രശ്നം. എന്താണ്? മായയുടെ എഫക്റ്റ് കൊണ്ട് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മള് ഭൗതിക ലോകത്ത് വന്ന് ജനിച്ച് ഈ ശരീരമാണ് ഞാനെന്നും എന്നോട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം എന്റെ സ്വന്തമാണെന്നും ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും നിയന്താവ് ഞാനാണെന്നും ഇതെല്ലാം വിചാരിച്ചു വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് പല ശരീരത്തിലായിട്ട്, എത്ര ശരീരങ്ങള്? 84 ലക്ഷം ജീവി വിഭാഗങ്ങളില് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആരുടെ നിയന്ത്രണത്തിൽ? മായ. മായ എങ്ങനെ നിയന്ത്രിക്കുന്നു നമ്മളെ? 3 ഗുണങ്ങൾ, അതായത് സത്വ രജ തമ. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. എന്താണ് പറയുന്നത്? മമ മായ ദുരത്യയ. എന്താണ്? ദൈവീഹിയേഷ ഗുണമയി. അതായത് ഈ 3 ഗുണങ്ങൾ കൊണ്ട് നിങ്ങളെ അല്ലെങ്കിൽ ജീവാത്മാവിനെ മോഹവലയത്തിലാക്കുന്ന മായ എന്റെ എനർജിയാണ്. ദൈവീഹിയേഷ ഗുണമയി മമ മായ, എന്റെ മായ. ദുരത്യയ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ മമ മായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തെ മായാമേതാം തരന്തിതേ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഈ മായയ്ക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും മായയിൽ നിന്നും. എന്താണ്? മാം ഏവയെ പ്രപദ്യന്തെ. എന്താണ് ഭഗവാൻ പറയുന്നത്? എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മായയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഉദാഹരണത്തിന്, നമുക്ക് ഒരു കൂട്ടുകാരനുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കൂട്ടുകാരന് ഭയങ്കര എന്താണ് അതിന് പറയുന്ന പേര്? ഒരു വലിയ പട്ടിയുണ്ട്, ഭയങ്കര കടിക്കുന്ന ഒരു പട്ടി. ആ പട്ടി ആരെ കണ്ടാലും കടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോകണം, നമുക്ക് പേടിയാണ് ആ പട്ടീനെ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ചെന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അങ്ങ് ഓടി വന്ന് എന്നെ കടിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ ഗേറ്റിന്റെ മുന്നിൽ നിന്നിട്ട് വിളിക്കും, കൂട്ടുകാരന്റെ പേര് വിളിക്കും. പേര് വിളിച്ചിട്ട് അപ്പൊ കൂട്ടുകാരൻ എന്ത് ചെയ്യും? ഈ പട്ടിയോട് പറയും, ടോമി അടങ്ങിയിരിയടാ, അടങ്ങിയിരി, അത് എന്റെ ഫ്രണ്ട് ആണെന്ന് പറയും. അപ്പൊ ടോമി കൂട്ടിൽ പോയി ഇങ്ങനെ പതുങ്ങി ഇരിക്കും. അതാണ് മായ. കൃഷ്ണന്റെ മായ ആര് പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ, കൃഷ്ണൻ പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ. കൃഷ്ണന്റെ ഫ്രണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മൾക്ക് ആ മായനെ അധികരിക്കാൻ പറ്റും. ഇതാണ് വ്യാസദേവൻ നമ്മളോട് ആദ്യം പറഞ്ഞു തരുന്ന ഒരു പാഠം. ഓക്കെ, അപ്പൊ അടുത്ത പേജിലേക്ക് കിടക്കാം. ഇതൊരു വലിയ പർപ്പട്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ മായയാണ് ജീവാത്മാക്കളെ മോഹിപ്പിക്കുന്നത്. 3 ഗുണങ്ങൾ കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു? മായയ്ക്ക് അധീനരാക്കി ഞാൻ ഭൗതിക വസ്തു ആണ് എന്ന് എന്ത് ചെയ്യുന്നു? നമ്മള് മോഹിക്കുന്നു, അതായത് നമ്മള് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ നമ്മൾ ജനന മരണ ചക്രത്തില് പെട്ടിരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം, 6ാമത്തെ ശ്ലോകം. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാംസ് ചക്രേ സാത്വത സംഹിതാം. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാംസ് ചക്രേ സാത്വത സംഹിതാം. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യാജാനതോ വിദ്വാംസ് ചക്രേ സാത്വത സംഹിതാം. ഇതന്നെ നമ്മൾ മുമ്പേ പറഞ്ഞത്. ഭഗവാന്റെ മായ, ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രമേ ഇല്ലാണ്ടാവുകയുള്ളൂ. ജീവാത്മാവ് അതിനെ അധികരിക്കാൻ പറ്റുകയുള്ളൂ. മാമേവയെ പ്രപദ്യന്തെ മായാമേതാം തരന്തിതെ. ഇത് തന്നെയാണ് വ്യാസദേവൻ ഇവിടെ പറയുന്നത്. അനർത്ഥ ഉപശമം, അനർത്ഥങ്ങളെ ശമനം ചെയ്യാൻ എന്താണ് ആകെയുള്ള വഴി? സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ.
ആരാണ് അധോക്ഷജൻ? ഭഗവാൻ. ഭഗവാനോടുള്ള ഭക്തിയോഗം മാത്രമാണ് ഈ അനർത്ഥങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ലോകസ്യ അജാനതോ. അയ്യോ, നമ്മൾ എല്ലാവരും മോഹവലയത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. അതുകൊണ്ട് വിദ്വാൻ, ആരാണ് ഈ വിദ്വാൻ? വ്യാസദേവൻ. വിദ്വാൻ ചക്രേ രചിച്ചു. എന്ത് രചിച്ചു? സാത്വത സംഹിത. ആരാണ് സാത്വത? സാത്വത എന്ന് പറഞ്ഞാൽ ഭഗവാനുമായി ബന്ധപ്പെട്ടത്. സാത്വതാംപതി എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പൊ സാത്വത സംഹിത എന്ന് പറഞ്ഞാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട വേദസാഹിത്യം. അതേതാണ്? സാക്ഷാത് ശ്രീമദ് ഭാഗവതം. അപ്പൊ എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? അനർത്ഥോപശമം. അനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്തത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം, ഇതാണ് ജീവാത്മാവ് മായയ്ക്ക് അടിമപ്പെട്ട് ഭൗതികമായി ഞാൻ ഭൗതിക വസ്തുവിന്റെ പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത്. അതിനെ ശമിപ്പിക്കണം. എങ്ങനെ? ഭക്തിയോഗം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആരോടുള്ള ഭക്തിയോഗം? അധോക്ഷജനായ ഭഗവാനോടുള്ള ഭക്തിയോഗം. കാരണം അദ്ദേഹത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? മായയെ അടക്കി വെക്കാൻ പറ്റുകയുള്ളൂ. മായ ആരുടെ നിയന്ത്രണത്തിലാണ്? നമ്മളുടെ നിയന്ത്രണത്തിലല്ല, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് മായ. അപ്പൊ ഭഗവാന് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ലോകസ്യ അജാനതോ. പക്ഷെ ഇത് ലോകത്തിലുള്ള ജനങ്ങൾക്ക് അറിയില്ല. വിദ്വാൻ ചക്രേ സാത്വത സംഹിതം. അതുകൊണ്ട് വ്യാസദേവൻ എന്ത് രചിച്ചു? സാത്വത സംഹിതയായ ഭാഗവതം രചിച്ചു. ജീവസത്തകൾക്ക് അധികപ്പറ്റായ ഭൗതിക ക്ലേശങ്ങൾ, അതാണ് നമ്മൾ അനർത്ഥം എന്ന് പറഞ്ഞത്, ഭക്തിയുത സേവനത്തിന്റെ അന്വയ പ്രക്രിയയിലൂടെ സ്പഷ്ടമായി ലഘൂകരിക്കാൻ സാധ്യമാണ്. എന്നാൽ സാമാന്യ ജനങ്ങൾ ഈ വസ്തുത അറിയുന്നില്ല. ആകയാൽ പരമസത്യവുമായി ബന്ധപ്പെട്ട ഈ വേദഗ്രന്ഥത്തെ പണ്ഡിത ശിരോമണിയായ വ്യാസദേവൻ രചിച്ചു. ഓക്കെ, അപ്പോ ഇതാണ് വ്യാസദേവൻ ഇനി അടുത്തത് ചെയ്യുന്നത്. വ്യാസദേവൻ എന്ത് കണ്ടു? മായയെ കണ്ടു. ജീവാത്മാവ് എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്ന് കണ്ടു. വ്യാസദേവൻ അവിടെ അടങ്ങിയിരുന്ന് പിന്നെ ഹരിനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ പോരെ? അദ്ദേഹത്തിന്റെ ജീവിതം സഫലമായി ആകത്തില്ലേ? അദ്ദേഹത്തിന്റെ ജീവിതം സഫലമാകും. പക്ഷേ ആരാണ് വ്യാസദേവൻ? പരദുഃഖ ദുഃഖിയാണ്. ഈ പരദുഃഖ ദുഃഖികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന സന്തോഷം എല്ലാ ആൾക്കാർക്കും കിട്ടണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല എന്ത് കിട്ടേണ്ടത്? ഭഗവാനെ കുറിച്ച് ഭക്തി കിട്ടേണ്ടത്. പിന്നെ ആർക്കും വേണം? സാധാരണ എല്ലാ ആൾക്കാർക്കും വേണം. അതുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ആര്? വ്യാസദേവൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതം ഇവിടെ ഇരുന്ന് വായിക്കുന്നത്, അല്ലേ? നമ്മൾക്ക് എങ്ങനെ മനസ്സിലാകും ഭഗവാനാണ് നമ്മളെ ഈ മായയിൽ നിന്ന് സംരക്ഷിക്കാൻ പോകുന്നത് എന്നും ഭക്തിയാണ് നമ്മൾക്ക് ഏറ്റവും എളുപ്പമായ മാർഗമെന്നും ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് വായിക്കണം? വ്യാസദേവൻ രചിച്ച ഈ ഭാഗവതം തന്നെ വായിക്കും, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾക്ക് ഹൃദിസ്ഥമാക്കാനുള്ള ശ്ലോകമാണ്. പലരും ലെക്ചറുകളിൽ കോട്ട് ചെയ്യുന്ന ശ്ലോകമാണ്. ആധികാരികം എന്ന്, ഭക്തിയുടെ ആധികാരികതയെ കുറിച്ച് കോട്ട് ചെയ്യുന്ന ശ്ലോകമാണ് 7ാം ശ്ലോകം. യസ്യാം വൈ ശ്രൂയമാണാനാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൽപദ്യതേ പുംസ ശോകമോകഭയാപഹ. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൽപദ്യതേ പുംസ ശോകമോകഭയാപഹ. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്യതേ പുംസ ശോകമോഹഭയാപഹ. ഭക്തിയുടെ, ഭാഗവതത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്താണ്? യസ്യാം, നേരത്തെ പറഞ്ഞത് എന്താണ്? ചക്രേ സാത്വത സംഹിത. ആ ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ ശ്ലോകത്തിനെ കാണുമ്പോൾ യസ്യാം, ഏത് വൈദിക സാഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്? വ്യാസദേവൻ രചിച്ച ഭാഗവതത്തെ കുറിച്ചാണ് പറയുന്നത്. യസ്യാം വൈ ശ്രൂയമാണായാം. ശ്രൂയ, അതിന്റെ റൂട്ട് വേർഡ് വന്നിരിക്കുന്നത് എവിടുന്നാണ്? ശ്രവിക്കുക എന്നാണ് അർത്ഥം. ശ്രവണേന്ദ്രിയത്തിലൂടെ സ്വീകരിക്കുന്നത്. ശ്രൂയമാണായാം, ആരെ കുറിച്ച്? കൃഷ്ണേ പരമപുരുഷേ.
ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ ഇഫക്റ്റ്? കൃഷ്ണേ പരമപുരുഷേ ഭക്തിരുത്പദ്യതേ പുംസ. ആൾക്കാർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തുണ്ടാകും? ഭക്തിരുത്പദ്യതേ. ആരോടുള്ള ഭക്തി? കൃഷ്ണേ പരമപുരുഷേ. ആ ഭക്തിയുടെ പ്രത്യേകത എന്താണ്? ശോക മോഹ ഭയ അപഹ. ശോകവും മോഹവും ഭയവും അപഹ, അതായത് ഇല്ലാതെയാകും. ഇതാണ് ഭാഗവതം വായിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. എന്താണ് ഭാഗവതം വായിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം? യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്യതേ പുംസാം. എന്ത് സംഭവിക്കും എന്നിട്ട്? ശോക മോഹ ഭയ അപഹ. ഈ വൈദിക സാഹിത്യം എന്താണ്? അടുത്ത പേജ്. വേദസാഹിത്യ ശ്രവണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രേമയുക്ത സേവന വികാരം നാം എടുക്കുകയും തൽക്ഷണം ശോകം മായ ഭയം എന്നീ വികാരാഗ്നികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതില് കേൾവിയുടെ പ്രത്യേകതയാണ് ശ്രീല പ്രഭുപാദ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ആള് കിടന്നുറങ്ങുകയാണ്, അയാളുടെ മറ്റ് ഇന്ദ്രിയങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അയാളുടെ മുറിയിൽ ആരെങ്കിലും കയറിയാൽ അയാൾ അറിയുന്നത് അനക്കം കേട്ടിട്ടാണ്. അയാളെ തൊടണ്ട, അയാൾ കാണണ്ട, കാരണം കണ്ണടച്ച് ഉറങ്ങണ സമയത്താണ്, അല്ലെ? ഗാഢനിദ്രയിലാണെങ്കിൽ പോലും ഈ അനക്കം കേട്ട് കഴിഞ്ഞാൽ അയാൾ എണീക്കും. കാരണം ഈ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ഫലപ്രദമായത് ശ്രവണേന്ദ്രിയമാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഭഗവാനെ കാണാനുള്ള കാഴ്ചയില്ലെങ്കിൽ കൂടി അയാൾക്ക് ചെവിയുണ്ടെങ്കിൽ, ഹരിനാമം ജപിക്കാൻ പറ്റുമെങ്കിൽ, അയാൾക്ക് ഭാഗവതം കേൾക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ഡെയ്റ്റീസിനെ കാണേണ്ട കാര്യം പോലും ഇല്ല. വ്യത്യസ്ത ഇന്ദ്രിയങ്ങളിൽ അധികം ഫലപ്രദമായത് ശ്രവണേന്ദ്രിയമാകുന്നു. ഒരു വ്യക്തി ഗാഢനിദ്രയിലാണെങ്കിൽ പോലും ഈ ഇന്ദ്രിയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ ശത്രുകരങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഒരാളാൽ സ്വയം സാധ്യമാകുന്നു. അതേപോലെ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ ഒരാൾ സംരക്ഷിക്കപ്പെടുന്നതും ശ്രവണേന്ദ്രിയ മുഖാന്തരം മാത്രമാകുന്നു. എന്താണ് ഇവിടെ ഇതിന്റെ ഇമ്പോർട്ടൻസ്? നമ്മൾ എവിടെയാണ് ഗാഢനിദ്രയിലായിരിക്കുന്നത്? നമ്മളോട് ചൈതന്യ മഹാപ്രഭു പറയുന്നു, ജീവ ജാഗോ ജീവ ജാഗോ ഗോരചന്ദ ബോലെ कोटा निद्रा जाओ माया പിശാചിരകോലേ. എവിടെയാണ്? മായ എന്ന പിശാചിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ജീവ ജാഗോ ജാഗോ ജാഗോ. എന്താണ്? ഉണർന്നെഴുന്നേൽക്കൂ. ഉറങ്ങിയിരിക്കുകയാണ്. ആര് പറയുന്നു? ചൈതന്യ മഹാപ്രഭു. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മൾ എണീക്കേണ്ടത്. എവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്? മായയുടെ മടിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ്. നമ്മൾ എന്തോരം എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് അറിയാത്തത് പോലെയാണ് നമ്മൾ കിടക്കുന്നത്. എന്താണ് ചെയ്യാനുള്ളത്? എണീക്കൂ എണീക്കൂ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ എന്താണ് പറയുന്നത് ചൈതന്യ മഹാപ്രഭു? ജീവ് ജാഗോ ജീവ് ജാഗോ ഗോരചന്ദ് പോലെ കോട്ടാ നിദ്രയാവോ മായ പിശാചീര പോലെ. മായ പിശാചിയാണ്. ആ പിശാചിയുടെ മടിയിൽ, കൃഷ്ണൻ ഭൂതനയുടെ മടിയിൽ കിടന്ന് ഉറങ്ങണത് പോലെയാണ് എന്ന് പറയും. എന്താണ്? പിശാചിയാണെന്ന് അറിയില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള രൂപത്തിലാണ് ആര് വന്നത്? പൂതന വന്നത്. കണ്ടു കഴിയുമ്പോ ലക്ഷ്മി ദേവി എന്ത് ചെയ്യുന്നു? ഒരു താമര പൂവും കറക്കിക്കൊണ്ട് വരുന്നത് പോലെയാണ് പൂതന വന്നത്. അവിടെയുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് അട്രാക്റ്റഡ് ആയി പോയി. മായ. ശ്രീകൃഷ്ണ ഭഗവാനും എന്ത് ചെയ്യുന്നു? പൂതനയുടെ മടിയിൽ കിടക്കുന്നു. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ അല്ല. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ മായയ്ക്ക് അധീനനല്ല. അതുകൊണ്ട് പൂതന എടുത്ത് മടിയിൽ വെച്ചപ്പോ തന്നെ ഭഗവാൻ അറിയാതെ പൂതനയാണെന്ന് നോക്കി പോലും ഇല്ല, കണ്ണടച്ചു കിടന്നു. എനിക്ക് നിന്നെ കാണണ്ട, കാരണം എന്താണ്? ശിശുഹത്യ. ഇത്രയധികം ശിശുക്കളെ കൊന്ന് നീ എന്റെ ദൃഷ്ടിക്ക് പാത്രമേ അല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചു. അപ്പോ ബാക്കി എല്ലാവരും മായക്കകത്തായി. പക്ഷെ ആരും മായക്കകത്തായില്ല? ഭഗവാൻ മായക്കകത്തായില്ല. കാരണം എന്താണ്? ഭഗവാൻ മായക്കകത്താവൂല. ആരുടെയാണ് മായ? മമ മായ ദുരത്യയ. പക്ഷെ നമ്മൾ മായക്കകത്താണ്. അതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയുന്നത്, കുട്ടാനിദ്രയാവോ മായ പിശാചീര പോലെ. അത് പിശാചിയാണ്. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ അവിടെയാണ് കിടക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ജാഗോ ജാഗോ. സദാ അവന്റെ കാൽപ്പനിക പ്രതിയോഗിയെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഭൗതിക രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് ഇവ. ആകയാൽ ശ്രീമദ് ഭാഗവത ശ്രവണത്തിലൂടെ ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനുമായി ബന്ധപ്പെട്ട അഭിനിവേശം പ്രാപ്തമാകും.
എന്താണ്? ശോക മോക ഭയ മോഹ ഭയ അപഹ. ഈ 3 സാധനങ്ങളും നമുക്ക് എന്തുണ്ടാകും? പരമ ദിവ്യോത്തമ പുരുഷനോടുള്ള ഭക്തിയിലൂടെ ഉണ്ടാകും. ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ഭക്തി എന്ന് പറയുന്നത് ചുമ്മാ ഒരു അട്രാക്ഷൻ മാത്രമല്ല. ഭക്തി എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലെവലില്, അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ലെവലില് എന്താകണം? കൃഷ്ണ പ്രേമമാകണം. പൂർണ്ണമായും കൃഷ്ണന് എന്താവണം? പ്രേമമാകണം. അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണനോട് പ്രേമമാകണം. ഇത് ഇപ്പോ നമ്മള് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം നമ്മൾ എവിടെയാണ്, ഭഗവാൻ ആരാണ് എന്നുള്ള വ്യത്യാസം സദാ നമ്മൾ ഓർക്കണം. പ്രഭുപാദ് എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? ഇത് നമ്മൾ അമ്പലത്തിലൊക്കെ ഭഗവാനെ ദർശിക്കുമ്പോൾ നമുക്കും ഉണ്ടാകും ഇമോഷൻസ്, സ്പിരിച്വൽ ഇമോഷൻസ്. പക്ഷെ ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ പ്രേമ എന്താണ് പ്രേമഭാജനമാണെന്നോ, ഞാൻ ഗോപിയാണെന്നോ, ഞാന് ഗോപനാണെന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള സ്പിരിച്വൽ ഫോമിലാണ് ഭഗവാനെ ദർശിക്കുന്നതോ എന്നോ ഇതൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഇത് സഹജീയ എന്ന് പറയുന്ന മെന്റാലിറ്റിയാണ്. എന്താണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം? ഞാൻ അങ്ങയുടെ ആശ്രിതനായ ജീവാത്മാവാണ്, അങ്ങ് എന്റെ പ്രഭുവാണ്. മാസ്റ്റർ ആൻഡ് സെർവന്റ്, ഈ ഒരു ബന്ധമാണ് ഇപ്പോ ഒരു സാധകന് ഭഗവാനോട് വേണ്ടത്. ആ ബന്ധം നാച്ചുറലി നമ്മൾ ഭക്തി പരിശീലിക്കുമ്പോ അനർത്ഥങ്ങളൊക്കെ മാറി എങ്ങനെയാണോ നാച്ചുറലി അതിന്റെ സ്റ്റെപ്പ് വൈസ് മേലെ പോകുന്നത്, ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ആ സമയത്ത് മാത്രമേ ഇതുപോലുള്ള സ്പിരിച്വൽ ഇമോഷൻസ് പൂർണ്ണമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രേമമായി മാറുകയുള്ളൂ. അതർവൈസ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഭഗവാനെ നമ്മുടെ ലെവലിലേക്ക് വലിച്ചിടരുത്. കൃഷ്ണൻ എന്റെ സുഹൃത്താണ്, കൃഷ്ണൻ എന്റെ ലവറാണ്, കൃഷ്ണൻ എന്റെ കൂട്ട് നമുക്ക് ഇപ്പൊ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുകയില്ല തന്നെ. കാരണം ഞാൻ മായയ്ക്ക് അധീനയായിട്ട് കിടക്കുന്ന ഒരു ജീവാത്മാവും ഭഗവാൻ സാത്വതാംപതി അല്ലെങ്കിൽ ഭഗവാൻ വിശുദ്ധ സത്വത്തിലുമാണ്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ചിന്തിക്കാൻ പറ്റാത്ത ഡിഫറൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ സഹജീയമായിട്ടുള്ള മെന്റാലിറ്റി കൊണ്ട് ഭഗവാനോട് ഭക്തി ചെയ്യും. നിങ്ങൾ നോർമലി ഭക്തി ചെയ്താൽ മതി. എന്ത്? നാമം ജപിക്കുക, ഗുരുവിനെ സ്വീകരിക്കുക, ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുക, നാച്ചുറലി ഭക്തി വന്നുകൊള്ളും. നമ്മൾ പ്രത്യേകിച്ച് ക്ലേശങ്ങളൊന്നും എടുക്കണ്ട. അതിനെ ആലോചിച്ച് ഞാൻ ഗോപിയാണെങ്കിൽ, ഞാൻ ഗോപനാണെങ്കിൽ, ഞാൻ മയിലാണെങ്കിൽ, ഞാന് ഭഗവാന്റെ പശുവാണെങ്കിൽ ഒന്നും ആലോചിച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ജീവാത്മാവിന്റെ സ്വരൂപം സ്പിരിച്വൽ വേൾഡിൽ ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട് സ്വരൂപം. പക്ഷേ ആ സ്വരൂപം നിങ്ങൾക്ക് ഇപ്പൊ ഇമാജിൻ ചെയ്യാനുള്ളതല്ല. എന്താണ് ഇമാജിനേഷൻ? അതായത് ഇമാജിനേഷന്റെ മലയാളം എന്താണ്? ഇമാജിൻ, അത് സങ്കല്പിച്ച് എടുക്കാനുള്ളതല്ല. അത് നാച്ചുറലി നിങ്ങൾക്ക് വെളിവാകുന്നതാണ്. നിങ്ങൾ ആരാണ് എന്നുള്ളത് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വെളിവാകുന്നതാണ്. അത് ഇപ്പോഴും നിങ്ങൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ലെസൺ, ഈ ഒരു പാഠം. പ്രഭുപാദ് എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചിരുന്നത്? പ്രഭുപാദ് ഭഗവാന്റെ ഫ്രണ്ട് ആയിട്ടാണോ കണ്ടത്? അല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ സെർവന്റ് ആണ്. പ്രഭുപാദ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സെർവന്റ് ആണ് എന്ന്, കാരണം അത്ര ഓപ്പുലന്റ് ആയിട്ടാണ് ഭഗവാനെ അദ്ദേഹം ആരാധിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വർഷിപ്പ് വ്രജത്തിലെ വർഷിപ്പ് അല്ല, ലക്ഷ്മി നാരായണ വർഷിപ്പാണ്. കാരണം ഭഗവാൻ നമ്മുടെ സ്വാമിയാണ്. നമ്മൾ ഒരിക്കലും ഭഗവാന്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാനോ ഭഗവാന്റെ കൂടെ ഇരുന്ന്, അതുകൊണ്ടാണ് നമ്മൾക്ക് എന്തുള്ളത്? ഒഫൻസസ് വരുന്നത്. ഡേറ്റിയുടെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഒഫൻസ് ആണ്. ഡേറ്റിയുടെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല, ഒഫൻസ് ആണ്. ഈവൻ സ്പിരിച്വൽ മാസ്റ്ററിന്റെ പ്ലേറ്റിൽ നിന്ന് പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലോ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും നമ്മൾ അവരോട് തുല്യരാണ് എന്ന് കരുതിക്കൂടാ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് ഭക്തിയിൽ. ഇമാജിനേഷൻ അല്ല ഭക്തി. എന്താണ് ഭക്തി? സ്വാഭാവിക പ്രേമം, അതായത് നാച്ചുറലി വരുന്നതാണ്. നമ്മൾ വളർന്ന് വളർന്ന് ആ സ്റ്റേജിൽ എത്തുമ്പോൾ ഈ പ്രേമം നമ്മളില് യഥാർത്ഥത്തിൽ വന്നുപെടും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സങ്കല്പിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാവണം. നമ്മളുടെ പിന്നെ ഡ്യൂട്ടി, കടപ്പാട് എന്താണ്, കടമ എന്താണ്? ചാൻഡ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? ശ്രീമദ് ഭാഗവതം വായിക്കുക, ഡെയിറ്റി വർഷിപ്പ് ചെയ്യുക, അതായത് ഭഗവാനെ കാണുക, ഭഗവാന്റെ സേവനം ചെയ്യുക, ഗുരുവിൽ നിന്ന് കേൾക്കുക, ഗുരുവിനെ സറണ്ടർ ചെയ്യുക. ഇതെല്ലാമാണ് നമ്മളുടെ ഡ്യൂട്ടി. ബാക്കിയുള്ളത് ഭഗവാൻ തരുന്ന എന്താണ്? മേഴ്സിയാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ പരിശുദ്ധ ഭക്തനാകുന്നത് എന്ന് ഈ ജന്മത്തിലോ ഇനി ഒരുപാട് ജന്മത്തിലോ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിൻസിയർ ആയിട്ടുള്ള സോളിന്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിക്ക്, ഒരു ജീവാത്മാവിന് ഈ നിമിഷം തന്നെ ചിലപ്പോൾ എന്താകാം? പരിശുദ്ധ ഭക്തനാകാം. അത് നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമേ അല്ല. ഓക്കെ, നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എട്ടാമത്തെ ശ്ലോകം. സാ സംഹിതാം ഭാഗവതീം കൃത്വാ അനുക്രമ്യ ചാത്മജം ശുകം അധ്യാപയം ആശാ നിവൃത്തി നിരതം മുനി. സാ സംഹിതാം ഭാഗവതീം ശുകം കൃത്വാനുക്രമ്യ ചാത്മജം ശുകം അധ്യാപയാമാശ നിവൃത്തി നിരതാം മുനി. എന്താണ്? ഒന്നുകൂടെ. സാ സംഹിതാം ഭാഗവതീം കൃത്വാനുക്രമ്യ ചാത്മജം ശുകം അധ്യാപയാമാശ നിവൃത്തി നിരതം മുനി. ഇനി ശ്രീമദ് ഭാഗവതം ആര് രചിച്ചു എന്ന് പറഞ്ഞു? നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് വ്യാസദേവൻ രചിച്ചു. ചക്രേ സാത്വത സംഹിതം. എന്തിന് രചിച്ചു? യസ്യാം വൈശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്യതേ പുംസാം ശോക മോഹ ഭയ അപഹ. ഇതിനു വേണ്ടിയാണ് ആരെന്ത് രചിച്ചത്? വ്യാസദേവൻ ഈ ശ്രീമദ് ഭാഗവതം രചിച്ചത്. ഇനി സാ സംഹിതാം, ആ ശ്രീമദ് ഭാഗവതം കൃത്വാ, കൃത്വ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ശ്രീമദ് ഭാഗവതം അദ്ദേഹം രചിച്ചു. അനുക്രമ്യ ച ആത്മജം ശുകം. പിന്നെ ആർക്കാണത് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം സ്വന്തം ആത്മജനായ ശുകം, ശുകദേവ ഗോസ്വാമി, അദ്ദേഹത്തിന് അധ്യാപയാമാശ, എന്താണ്? അദ്ദേഹത്തിനെ പഠിപ്പിച്ചു. നിവൃത്തി നിരതം മുനി. എന്നിട്ട് ആരാണ് ഈ മുനി? ശ്രീ വ്യാസദേവൻ. അദ്ദേഹം സെൽഫ് റിയലൈസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഭാഗവതം രചിച്ചു. അദ്ദേഹം എന്നിട്ട് അത് എന്ത് ചെയ്തു? തന്റെ പുത്രനായ ശുകദേവ ഗോസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടു അല്ലേ? ജനനാരംഭം മുതൽ ശുകദേവ ഗോസ്വാമി പൂർണ്ണ മുക്താത്മാവായിരുന്നു. അനന്തരം അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ശ്രീമദ് ഭാഗവതം അഭ്യസിപ്പിച്ചു. ലൗകികരായ വിദ്വാൻമാരുടെ മധ്യേ ശ്രീമദ് ഭാഗവത രചനാ കാലഘട്ടത്തെ സംബന്ധിച്ച് വൈചിത്രമായ അഭിപ്രായമുണ്ട് എന്ന് വരികിലും ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ നിന്നും പരീക്ഷിത് മഹാരാജാവിന്റെ തിരോധാനത്തിന് മുമ്പും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രയാണത്തിന് ശേഷവും ആണ് ഇത് രചിക്കപ്പെട്ടതെന്ന് നിശ്ചിതമാകുന്നു. എന്താണ്? ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ കേട്ടു. കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാധിഭിഃ സഹ കലൗ നഷ്ടദൃശാമേഷാം പുരാണാർക്കാധുനോദിതഃ. ശ്രീകൃഷ്ണ ഭഗവാൻ പോയതിനു ശേഷം പരീക്ഷിത് മഹാരാജാവിന്റെ തിരോധാനത്തിന് മുമ്പ്, കാരണം അത് ആരാണ് കേട്ടത്? പരീക്ഷിത് മഹാരാജാവാണ് കേട്ടത് അല്ലെ? അപ്പോ എന്ത് സംഭവിച്ചു? അപ്പോഴായിരിക്കും ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടത്. അത് ശുകദേവ ഗോസ്വാമി വ്യാസമുനിയിൽ നിന്നും കേട്ടതും, ആ വ്യാസമുനിയിൽ നിന്നും ഭാഗവതം കേട്ടിട്ട് അവധൂതനായി സഞ്ചരിക്കുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഗംഗയുടെ തീരത്ത് തന്റെ ആ ഒരു 7 ദിവസത്തെ അവസാന ദിവസങ്ങൾ എണ്ണി കഴിയുന്ന സമയത്ത് അവിടെ ചെന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നു, അല്ലയോ മഹർഷി, എനിക്ക് ഈ അവസാന സമയത്ത് എന്താണ് ഈ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കുന്നത്. So the great sage Vyasadeva, after compiling Srimad Bhagavatam and revising it, taught it to his own son Shukadeva Goswami, who was already engaged in self-realization. എന്താണ്? ഉത്തമ ഋഷി വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിക്കുകയും പുനഃപരിശോധിച്ച് അതിന്റെ ന്യൂനതകൾ തീർത്ത ശേഷം അദ്ദേഹത്തിന്റെ പുത്രനും നേരത്തെ തന്നെ പ്രതിജ്ഞാബദ്ധനായ ആത്മസാക്ഷാത്കാരത്തിൽ നിയുക്തനുമായ ശ്രീ ശുകദേവ ഗോസ്വാമിയെ അഭ്യസിപ്പിക്കുകയും ചെയ്തു.
അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇതാണ് ആരാണ് രചിച്ചത്, ആരാണ് പിന്നെ അത് പഠിച്ചത്, ഇതൊക്കെ ആരോട് ചോദിച്ചിരുന്നു? ശൗനക ഋഷിയോട്, സോറി, സൂത ഗോസ്വാമിയോട് ശൗനക ഋഷി ചോദിച്ചിരുന്നില്ലേ? അതിന്റെ ഉത്തരമാണ്. ഇനി അടുത്തത്, ഇപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ശൗനക ഋഷി ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? സുഖദേവ ഗോസ്വാമി ഓൾറെഡി സെൽഫ് റിയലൈസ്ഡ് ആയിരുന്നു. അപ്പൊ ശൗനക ഋഷി ചിന്തിച്ചു, ഓൾറെഡി സെൽഫ് റിയലൈസ്ഡ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് സുഖദേവ ഗോസ്വാമി ഇത് കേൾക്കുന്നത്? എന്തായിരുന്നു സുഖദേവ ഗോസ്വാമിയുടെ ആവശ്യം? സുഖദേവ ഗോസ്വാമി അമ്മയുടെ ഗർഭത്തിൽ ഇരുന്ന് കഴിയുമ്പോഴേക്കും പുറത്തിറങ്ങി വരാൻ മടിച്ചു. കാരണം പുറത്തിറങ്ങുമ്പോഴേക്കും മായ ബാധിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഭഗവാൻ തന്നെ സ്വയം പറഞ്ഞു, ഇല്ല, നീ ആത്മാരാമനായിരിക്കും, അതുകൊണ്ട് നീ പുറത്തിറങ്ങി വരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങി വന്നു. ഉടനെ തന്നെ അദ്ദേഹം അവധൂതനായി, ഒരു സംസ്കാരവും ചെയ്യേണ്ട കാര്യമുണ്ടായില്ല. അദ്ദേഹം അവധൂതനായിട്ട് പോയി. പക്ഷെ വ്യാസദേവൻ പിന്നാലെ പോയി അദ്ദേഹത്തെ എന്ത് ചെയ്തു? വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് ഭാഗവതം പഠിപ്പിച്ചു കൊടുത്തു, അഭ്യസിപ്പിച്ചു കൊടുത്തു. അപ്പൊ സുഖദേവ ഗോസ്വാമിക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഓൾറെഡി റിയലൈസ്ഡ് ആണെങ്കിൽ പിന്നെ ഈ ഭാഗവതം കേൾക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ശൗനക മഹർഷിക്ക് സംശയം തോന്നൂലേ? അതാണ് ശൗനക മഹർഷി ഇവിടെ ചോദിക്കുന്നത്. ശൗനക ഉവാച സവൈ നിവൃത്തി നിരതഃ സർവത്രോപേക്ഷകോ മുനിഃ കസ്യ വാ ബൃഹതീമേതാത്മാ രാമസമഭ്യസത്. ശൗനക ഉവാച സവൈ നിവൃത്തി നിരതഃ സർവത്രോപേക്ഷകോ മുനിഃ കസ്യ വാ ബൃഹതീം ഏതാം ആത്മാ രാമ സമഭ്യസത്. സ വൈ നിവൃത്തി നിരതഃ സർവത്രോപേക്ഷകോ മുനിഃ കസ്യ വാ ബൃഹതീം ഏതാം ആത്മാ രാമ സമസ്യഭാത്. എന്താണ് ഇവിടെ ഒരു ചോദ്യം വരുന്നു? ശൗനക ഋഷിയും മറ്റു ഋഷിമാരും ഇത് ചുമ്മാ കേട്ടോണ്ടിരിക്കുവല്ല. നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സാധനത്തിനകത്ത് നമുക്ക് ചോദ്യം വരണമെന്നുണ്ടെങ്കിൽ അവർ കേൾക്കണ സാധനം എന്താക്കണം? മനസ്സിലാക്കണം. മനസ്സിലാക്കി ചിന്തിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നമുക്ക് ക്വസ്റ്റ്യൻസ് വരുവുള്ളൂ. നമ്മൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത്? നമ്മൾ കേൾക്കും, ചിലപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, ചിലപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, പക്ഷെ അത് അവിടെ തന്നെ കിടക്കും. ചിലപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, അതും അവിടെ തന്നെ കിടക്കും. ചിന്തിക്കുകയില്ല, പ്രവർത്തിക്കുകയുമില്ല. ഇവിടെ ശൗനക ഋഷിയുടെ പ്രത്യേകത എന്താണ്? ശൗനകൻ ചോദിക്കുന്നു. എന്ത് കേട്ടു ശൗനക മഹർഷി? ശൗനക മഹർഷി എന്താണ് പറയുക, സൂത ഗോസ്വാമി പറയുന്നു ഓൾറെഡി ആര്, സുഖദേവ ഗോസ്വാമി സെൽഫ് റിയലൈസ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ സുഖദേവ ഗോസ്വാമിക്ക് ഈ ഭാഗവതം കേൾക്കേണ്ട ആവശ്യം എന്താണ്? അതും ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നില്ല. എന്ത് ചോദിക്കുന്നു? സുഖദേവ ഗോസ്വാമിയെ കുറിച്ച് ശൗനക ഋഷി സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു. സവൈ നിവൃത്തി നിരതഃ, അദ്ദേഹം നിശ്ചയമായിട്ടും ആത്മസാക്ഷാത്കാര മാർഗത്തിൽ സദാ നിരതനായിരുന്നെങ്കിൽ സർവത്രോ ഉപേക്ഷകോ മുനി, അതായത് ഉദാസീനമായി, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉദാസീനമായിട്ടിരിക്കുകയാണെങ്കിലും കസ്യ, എന്തുകൊണ്ടാണ്, ബൃഹതീം ഏതാം, അതും പ്രശ്നം എന്താണെന്ന് അറിയാമോ? ശ്രീമദ് ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങളാണ്. വ്യാസദേവന് ഇത്ര വലിയ, എന്താണ്, ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അരമണിക്കൂർ പോലും, എന്താണ്, ഗോദുഗ്ധ മാത്രാഹി എന്നും പറയുന്ന നമ്മളൊരു ശ്ലോകം പഠിച്ചു. ഒരു ഗൃഹസ്ഥന്റെ അടുത്ത് ഒരാള് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി പശുവിനെ കറക്കണ സമയം പോലും നിൽക്കൂല. ആ സുഖദേവ ഗോസ്വാമിയാണ് ഇത്രയും നീളമുള്ള 18,000 ശ്ലോകമുള്ള ഭാഗവതം വന്നിട്ട് ഇരുന്ന് കേട്ടത്. അത് എന്തിന്? കസ്യ, എന്തിന് കേട്ടു? അതും സാധാരണമല്ല. ബൃഹതീം ഏതാം, ആത്മാരാമനാണെങ്കിൽ, സ്വയം സംപ്രീതനാകുന്ന ഒരുവനാണെങ്കിൽ എന്തിനാണ് ഇത്തരം കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? സമഭ്യസ, അധ്യയനത്തിന് വിധേയനാകുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ശൗനകൻ സൂത ഗോസ്വാമിയോട് ഇപ്രകാരം ആരാഞ്ഞു. ശ്രീ സുഖദേവ ഗോസ്വാമി മുമ്പ് തന്നെ ആത്മസാക്ഷാത്കാര മാർഗത്തിലായിരുന്നതിനാൽ അദ്ദേഹം സ്വ ആത്മാവിനാൽ സംപ്രീതനായി ആയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അവിധമുള്ള അതിബൃഹത്തായ സാഹിത്യം അഭ്യസിക്കുന്ന ആയാസകരമായ അനുഭവത്തെ സ്വീകരിച്ചു? ഒന്ന്, അത് എന്തിനു ചെയ്തു? രണ്ട്, ഇത്രയും സമയമെടുത്ത് എന്തിനു ചെയ്തു? കാരണം അദ്ദേഹത്തിന് ജനിച്ചപ്പോൾ മുതലേ അദ്ദേഹം ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയായിരുന്നെങ്കിൽ പിന്നെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തിനാണിത്?
കേട്ടത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മള് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് സൂത ഗോസ്വാമി ഇതിന് പറയുന്ന മറുപടി? ഈ ശ്ലോകം ഇതും വളരെയധികം പ്രചുര പ്രചാരം നേടിയ ശ്ലോകമാണ്. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തിനാണ് ആത്മാരാമനായിട്ടുള്ള ആ മഹർഷി എന്ത് ചെയ്യുന്നത്? അതായത് സുഖദേവ ഗോസ്വാമിയുടെ കാര്യമാണ് പറയുന്നത്. മഹർഷിയുടെ മകൻ, അതായത് വ്യാസദേവന്റെ പുത്രൻ, അദ്ദേഹം ആത്മാരാമനായെങ്കിലും വീണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഈ സാഹിത്യം ഇരുന്ന് കേട്ട് 11,000 ശ്ലോകം പഠിച്ച് എന്തിനാണ് ഇത്ര പ്രശ്നം അല്ലെങ്കിൽ ഇത്ര ആയാസകരമായിട്ടുള്ള അനുഭവത്തെ സ്വീകരിച്ചത്? നോക്കാം നമുക്ക് എന്തിനാണ് എന്ന്. 10ാമത്തെ ശ്ലോകം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം, എല്ലാവരും കോട്ട് ചെയ്യുന്ന ശ്ലോകം, ഹൃദിസ്ഥമാക്കാൻ പറ്റുന്ന. നമ്മൾ 2 ശ്ലോകം പഠിച്ചു. ഒന്ന്, യസ്യാം വൈശ്രൂയമാണായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിരുത്പത്യതേ പുംസാം ശോക മോഹ ഭയാപഹ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ശ്ലോകവും ഇതേപോലെ തന്നെയാണ്. എന്താണ്? വളരെ മനോഹരമായിട്ടുള്ള 10ാമത്തെ ശ്ലോകം. ആത്മാരാമശ്ച മുനയോ സൂത ഉവാച ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുർവന്ത്യഹൈതു കിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഃ. ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുർവന്ത്യഹൈതു കിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഃ. ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുർവന്ത്യഹൈതു കിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരി. വെറുതെ അല്ല സുഖദേവ ഗോസ്വാമി ഇത് കേട്ടത്, അല്ലയോ ശൗനക ഋഷിയെ കേൾക്കൂ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ആത്മാരാമശ്ച മുനയോ, മുനിമാരെല്ലാം ആത്മാരാമനായിരുന്നെങ്കിലും ആത്മാരാമനാണെങ്കിലും നിർഗ്രന്ഥ അപി ഉരുക്രമേ. എന്താണ് നിർഗ്രന്ഥ? നിർഗ്രന്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ തരം ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണെങ്കിലും സർവവിധ വ്യത്യസ്ത ആത്മാരാമന്മാരും ആത്മാരാമശ്ച മുനയോ, പ്രത്യേകിച്ചും ആത്മസാക്ഷാത്കാര പാതയിൽ അടിയുറച്ചവർ എല്ലാവിധ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ടുവെങ്കിൽ നിർഗ്രന്ഥ. ഈ 2 വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും എന്താണ്? അപി, എങ്കിലും ഉരുക്രമേ. ആരാണ് ഉരുക്രമ? ഭഗവാൻ. ഉരുക്രമ എന്ന് ഭഗവാൻ വാമനദേവനെയാണ് വിളിക്കുന്നത്. എന്താണ്? വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ളവൻ, ത്രിവിക്രമൻ, ഉരുക്രമൻ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ വാമനദേവനെ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ തന്നെയാണ് പറയുന്നത്. ആ ഉരുക്രമന്റെ കുർവന്തി അഹൈതു കിം ഭക്തിം, ഭക്തി അവരും അഭിലഷിക്കുന്നു. ആര്? ഈ ആത്മാരാമന്മാരും. കാരണം എന്താണ്? ഇത്തം ഭൂതഗുണോ ഹരിഹി. ഇതാണ് ഹരിയുടെ പ്രത്യേകത. സർവ ആകർഷകനായ കൃഷ്ണന്റെ പ്രത്യേകത ഇതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ്? ആത്മാരാമശ്ച മുനയോ, സർവവിധ വ്യത്യസ്ത ആത്മാരാമന്മാരും പ്രത്യേകിച്ചും ആത്മസാക്ഷാത്കാര പാതയിൽ അടിയുറച്ചവർ എല്ലാവിധ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ടു എങ്കിൽ തന്നെയും നിർഗ്രന്ഥ അപി ഉരുക്രമേ കുർവന്തി അഹൈതു കിം ഭക്തിം, പരമദിവ്യോത്തമ പുരുഷനായുള്ള ശുദ്ധഭക്തിയുടെ സേവന സമർപ്പണത്തിന് അഭിലഷിക്കുന്നു. കാരണം എന്താണ്? ഇത്തം ഭൂതഗുണോ ഹരിഹി. ഭഗവാൻ അതീന്ദ്രിയ ഗുണങ്ങൾക്ക് ഉടമസ്ഥനാകയാൽ അദ്ദേഹത്തിന് മുക്താത്മാക്കളെ ഉൾപ്പെടെ സർവരെയും ആകർഷിക്കാൻ സാധ്യമാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. ഈ ശ്ലോകത്തിന് ചൈതന്യ മഹാപ്രഭു ഒരുപാട് എക്സ്പ്ലനേഷൻസ്, ഒരു 64 ടൈപ്പ് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഓരോ സെന്റൻസ് വാക്കുകൾക്കും വന്നിട്ട് ചൈതന്യ മഹാപ്രഭു എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ശ്ലോകം നമുക്ക് പക്ഷെ അത്രയും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയമോ സന്ദർഭമോ നമുക്കില്ല. ഇത് വലിയൊരു പർപ്പോർട്ടാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഭഗവാന്റെ പ്രത്യേകത എന്താണ്? ഇത്തം ഭൂതഗുണോ ഹരിഹി. വിസ്മയാവഹമായ ഗുണങ്ങളാണ് ഹരിയുടേത്. എങ്ങനെ? ആത്മാരാമശ്ച മുനിയോ, ആത്മാരാമന്മാരാണെങ്കിലും നിർഗ്രന്ഥ എല്ലാത്തരം ബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിൽ കൂടിയും കുർവന്തി അഹൈതു കിം ഭക്തിം, ആരോട്?
ഉരുക്രമേ. കാരണം എന്താണ്? ആ ഉരുക്രമൻ ആരാണ്? ഭൂതഗുണ സർവം അല്ല, ഇത്തം ഭൂതഗുണോ ഹരിഹി. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഹരി അല്ലെങ്കിൽ എല്ലാരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ ഇങ്ങനെയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു തവണ ഭഗവാനോട് സ്നേഹം അല്ലെങ്കിൽ താല്പര്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആത്മരാമൻ ആരെങ്കിൽ കൂടി എന്താണ് ഭക്തി എന്ന് പറയുന്നത് അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ഒരു തവണ നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ, ഭഗവാനോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ, ഭക്തി തരണമെന്ന് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും ഭഗവാൻ തരും. സ്വയം വന്ന് നമ്മൾക്ക് അധീനനായി നിൽക്കുകയും ചെയ്യും. യശോദാമാത ചെയ്തതുപോലെ. എന്താണ്? യശോദാമാത വന്നിട്ട് ഭഗവാനെ എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഭക്തി കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. വേറെ ഏത് ദൈവമാണ് ഇങ്ങനെ ഒരു ഭക്തന് എന്ത് ചെയ്യുക? അടിയറവ് വെക്കുക. ഭഗവാൻ പറയുകയാണ്, ഞാൻ എല്ലാവർക്കും വേണമെങ്കിൽ മോക്ഷമോ അതൊക്കെ കൊടുക്കാം, പക്ഷെ ഭക്തി ഞാൻ ആർക്കും കൊടുക്കുകയില്ല. അത്രയ്ക്ക് എളുപ്പത്തിൽ കൊടുക്കൂല. കാരണം എന്താണ്? ഞാൻ അവർക്ക് ഭക്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അധീനതയിലായി മാറും. യശോദാമാതാവും ശ്രീമതി രാധാറാണിയും ഗോപന്മാരും നന്ദബാബ പറയും, കൃഷ്ണ എന്റെ ചെരുപ്പ് അവിടെ ഇരിപ്പുണ്ട്, അത് എടുത്തിട്ട് വരൂ. ഭഗവാൻ വളരെ കഷ്ടപ്പെട്ട് ആ മെതിയടി എടുത്ത് പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കും. കൃഷ്ണ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഗോപിമാർ ഡാൻസ് കളിക്കൂ. എന്താണ് നമ്മൾ മറ്റേ പാട്ട് കേട്ടിട്ടുണ്ട്, നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ എന്ന് പറഞ്ഞിട്ട് പാട്ട് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഗോപിമാര് പറയുന്നതാണ്, നീ ഈ ഒരു ചെറിയ ഗ്ലാസിന്റെ അകത്ത് മോരും വെള്ളം കാണിച്ചിട്ട് പറയും, ചാച്ച് ഇത് കാണിച്ചിട്ട് പറയും, നീ ഇന്ന് ഡാൻസ് കളിക്കാമെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരാം. ഗോപിമാര് പറയും. ഭഗവാനോട് ഡാൻസ് കളിക്കും. എന്നിട്ട് ഗോപിമാര് കൊടുക്കുവോ? ഇല്ല. വീണ്ടും കളിക്കാമെങ്കിൽ തരാം എന്ന് പറയും. എത്ര വേണമെങ്കിലും ഭഗവാൻ കളിക്കും. കാരണം എന്താണ്? എല്ലാവരെയും എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ തന്റെ മായയുടെ, ഭഗവാന് അങ്ങനത്തെ ആവശ്യമില്ല. പക്ഷെ ഈവൻ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയായ മായ തന്റെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ് എല്ലാ ജീവാത്മാക്കളെയും. ആ ജീവാത്മാവ് പരിശുദ്ധ ഭക്തിയുത സേവനത്തില് ഏർപ്പെട്ട് ശുദ്ധഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ വന്നിട്ട് അയാളുടെ ചൊൽപ്പടിക്ക് നിർത്തും. ഭഗവാന് ഒരിക്കല് ശ്രീകൃഷ്ണ ഫ്രണ്ട്സും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ആണെങ്കില് എന്താണ് ഗുസ്തി മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീദാമ, സുദാമ, പിന്നെ ആരാണ്, സ്തോക കൃഷ്ണ, അർജുൻ സഖ, ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഭഗവാൻ. ശ്രീദാമ ശ്രീമതി രാധാറാണിയുടെ സഹോദരനാണ്. ഒരുപാട് മധുമംഗള, സ്തോക കൃഷ്ണ, ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാം ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് അവര് റെസ്ലിംഗ് മാച്ചിന് നിയമം വെച്ചു. ആരാണോ താഴെ വീഴുന്നത് അവര് തോൽക്കും. ആ താഴെ വീഴുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? ജയിച്ച ആൾക്കാരെ പുറത്ത് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ നിയമം വെച്ചു. ഭഗവാൻ വന്നിട്ട് ഇതിനിടയ്ക്ക് എന്തോ കശപിശ ഉണ്ടായി. ഈ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഭഗവാൻ പറയാണ്, ഞാൻ ഭാവിയിലെ രാജാവാണ് വ്രജത്തിന്റെ, അതുകൊണ്ട് എപ്പോഴും ജയിക്കേണ്ടത് ഞാനാണ്. അപ്പൊ ഈ പിള്ളേർ ചോദിച്ചാൽ അത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ്? നീയാണ് ഈ ഭാവിയിലെ രാജാവ് എന്ന് പറയുന്നത്. നിന്റെ അച്ഛൻ നന്ദ മഹാരാജാവിന് 9 ലക്ഷം പശുക്കളേ ഉള്ളൂ, എന്റെ അച്ഛന് 11 ലക്ഷം പശുക്കളുണ്ട്, അതുകൊണ്ട് ഞാനാണ് വലുത്, അതുകൊണ്ട് തോറ്റവൻ തോറ്റത് തന്നെ എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ കളിക്കുന്നില്ല എന്നും പറഞ്ഞ് ഭഗവാൻ നേരെ പോയി എവിടെ പോയിരിക്കും? ഒരു മരത്തിന്റെ കീഴെ പോയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നോക്കും. നോക്കണേ ഈ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നതെന്ന്. അവര് ചിരിയും കളിയും അതും ഇതും ഒക്കെയാണ്. അപ്പൊ ഈ കൃഷ്ണൻ അവിടെ നിന്ന് ഇതെല്ലാം കാണുമ്പോഴേക്കും ചിന്തിക്കുകയാണ്, എന്താണ് എന്നെ കൂടാതെ അവർ എന്തോരമാണ് ആഹ്ലാദിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഭഗവാൻ ചിന്തിക്കുകയാണ്, ആ അനന്ത ശയനം കളഞ്ഞിട്ട് എന്താണ് ഞാൻ ഇവിടെ വന്നത് ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് എന്നെ കൂടാതെ ഇവന്മാര് കളിക്കണോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ വീണ്ടും അവിടെ പോകും. എന്നിട്ട് ചോദിക്കും, എന്നെ കൂട്ടുവോ എന്ന് ചോദിക്കും. അപ്പൊ ഫ്രണ്ട്സ് പറയും, നീ കഴുതയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നീ തോറ്റു എന്ന് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൂട്ടാം. പറ്റൂല എന്ന് ഭഗവാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ വേണ്ട, നീ ഞങ്ങളോട് കളിക്കണ്ട എന്ന് പറയും. ആരെയാണ് നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നത്? ആ ഭഗവാനെ വന്നിട്ട് ഈ കുട്ടികള് സ്വന്തം നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നു. എന്താണ്
കൃതപുണ്യപുഞ്ച. അവര് വെറും കുട്ടികളല്ല. ആരാണത്? കൃതപുണ്യപുഞ്ച. എത്ര പുണ്യം ചെയ്ത ആത്മാക്കളായിരിക്കും. നമ്മൾ ദശമസ്കന്ധത്തിൽ കാണും. ഇതെല്ലാം നമ്മൾ കാണും. ഒരു സാധാരണ ഒരു കുട്ടി എങ്ങനെയാണോ തന്റെ സുഹൃത്തുക്കളോടൊപ്പം, ഭഗവാൻ വന്നിട്ട് ഈ കുട്ടികൾക്കൊന്നും ഒരു ആശങ്കയുമില്ല. എവിടെ വേണമെങ്കിലും പോകും. വായു തുറന്നിരിക്കുകയാണ് അഘാസുരൻ. നേരെ അതിന്റെ വായിലേക്ക് കയറി. എന്താണ്? പുറകോട്ട് നോക്കിയപ്പോഴേക്കും ഭഗവാൻ അവിടെ നിന്ന് നോക്കുന്നു. ഭഗവാന്റെ മുഖം കണ്ടപ്പോഴേക്കും എന്ത് വന്നാലും ഇവൻ നമ്മളെ രക്ഷിച്ചോളും. അതായത് ഭഗവാന് സാളഗ്രാമശില നന്ദമഹാരാജാവ് വീട്ടിൽ വെച്ച് വർഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കൃഷ്ണന് സാളഗ്രാമശിലയിൽ നിന്നും വന്നിട്ട് വിഷ്ണുവിന്റെ എനർജി കിട്ടും എന്നൊക്കെയാണ് പറച്ചില്. അതുകൊണ്ട് അഥവാ ഇത് പാമ്പാണെങ്കിലും ശരി, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അകത്ത് കയറി നോക്കാം. ഇത് വലിയൊരു കേവാണ്, ഗുഹയാണെന്ന് പറഞ്ഞാണ് ഇവർ അകത്തേക്ക് കയറുന്നത്. അപ്പോ ഈ ഗുഹ അഥവാ പാമ്പാണെങ്കിൽ കൂടി കുഴപ്പമില്ല, കൃഷ്ണനല്ലേ. അതുകൊണ്ട് അവർ കൈയടിച്ച് അതിന്റെ അകത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോകുക. ആരാണ് അവിടെ ആങ്സൈറ്റിയോടുകൂടി നിന്നത്? ഭഗവാൻ. എന്താണ് ഈ കുട്ടികളെല്ലാം കൂടി ഈ അഗാസുരന്റെ വായിലേക്ക് പോണത് കണ്ടിട്ട് നോക്കി, ആരാണ് ആങ്സൈറ്റിയോടുകൂടി നിന്നത്? ഭഗവാൻ. ഇവിടെ ആരെയാണ് നിയന്ത്രിക്കുന്നത്? അതുകൊണ്ടാണ് ഇവിടെ ശുകദേവ ഗോസ്വാമി പറയുന്നത് യുദ്ധം ഭൂതഗുണോ ഹരിഹി. ഭഗവാൻ അതീന്ദ്രിയ ഗുണങ്ങൾക്ക് ഉടമസ്ഥനാകിയാൽ അദ്ദേഹത്തിന് മുക്താത്മാക്കളെ ഉൾപ്പെടെ സർവരെയും ആകർഷിക്കാൻ സാധ്യമാണെന്ന് അർത്ഥമാക്കുന്നു എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ശ്ലോകം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ 2 ശ്ലോകങ്ങൾ പഠിച്ചു. ഒന്ന് യസ്യാം വൈഷ്ണൂയമാണായാം. ശ്രീമദ് ഭാഗവതം കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ശ്ലോകമാണ്. ഏത് ശ്ലോകം? 7ാമത്തെ ശ്ലോകം. 1:7:7 കുറിച്ചു വെക്കുക. കാരണം ഇത് ഹൃദിസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് സൂത ഗോസ്വാമി പറഞ്ഞത്? ശുകദേവ ഗോസ്വാമി പോലും ഇത് കേൾക്കുന്നത്, ഭാഗവതം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ശുകദേവ ഗോസ്വാമി ഓൾറെഡി ലിബറേറ്റഡ് ആണ്. അങ്ങനെയുള്ളവരെന്തിനാണ് കേൾക്കുന്നത്? അതാണ് ഈ ശ്ലോകം, 10ാമത്തെ ശ്ലോകം. ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അപി ഉരുക്രമേ കുർവന്തി അഹൈതു കിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഹി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ശ്ലോകം, വളരെ മനോഹരമായ 2 ശ്ലോകങ്ങൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി എന്താണ് അത്ഭുതചരിതമായിട്ടുള്ള ഹരിയുടെ അത്ഭുത ചരിതങ്ങൾ എങ്ങനെയാണ് എന്ന് ശുകദേവ ഗോസ്വാമി പറയുന്നത്, സൂത ഗോസ്വാമി പറയുന്നത്, എന്താണ് ഭാഗവതത്തിന്റെ സന്ദർഭം, പരീക്ഷിത്ത് മഹാരാജാവിന് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ആ പേര് കിട്ടിയത്, ഇതെല്ലാമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കേൾക്കാം. ശനിയാഴ്ച നമ്മൾ റെഗുലർ രാമായണം ക്ലാസ് ഉണ്ടായിരിക്കും. അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും സംശയമില്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാംസ് മാതാജി. ഹരേ കൃഷ്ണ. ക്ലാസ് 2 വളരെ പ്രാവശ്യം നന്നായിരുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് മാതാജിയോട് ആദരവ് പ്രകടിപ്പിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ 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 കൃഷ്ണ